ഓം ശാന്തി. മനുഷ്യ മനസ്സ് ഭഗവാൻ ഈ സൃഷ്ടിയിൽ നമുക്ക് തന്നതായിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്. സമയം, കാലം ഇവയ്ക്കൊക്കെ അതീതമായിക്കൊണ്ട് യാത്ര ചെയ്യാനും പാസ്റ്റിലെ അനുഭൂതികളെ വീണ്ടും ഉണർത്തിയെടുക്കാനും ഭാവിയിൽ വരാൻ പോകുന്ന നമ്മുടെ നല്ല കാലത്തിന് സ്വപ്നം കണ്ടുകൊണ്ട് യാഥാർത്ഥ്യമാക്കാനും എല്ലാം നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. എന്നാലോ മനസ്സെന്തെന്ന് മനസ്സിലാക്കാതെ മനസ്സിൽ നെഗറ്റീവ് സങ്കല്പങ്ങളുടെ പ്രവാഹത്തിനെ അനുവദിക്കുന്നവർ ഈ സൃഷ്ടിയിലെ ഏറ്റവും വലിയ രോഗികളാണ്. ലോകത്തെ ഏറ്റവും വലിയ രോഗം തന്നെ നെഗറ്റീവ് തിങ്കിങ് ആണ്. നെഗറ്റീവ് തിങ്കിങ് അഥവാ അശുഭ ചിന്തനത്തിൽ സ്വയം ജീവിക്കുന്നവർ സ്വയം നന്നാകില്ല എന്ന് മാത്രമല്ല മറ്റൊരാളെ നന്നാവാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് നെഗറ്റീവ് തിങ്കിങ് എന്തൊക്കെയാണ് നമുക്കറിയാം. 4 ടൈപ്പ് ഓഫ് തോട്ട്സാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്, മനുഷ്യ മനസ്സിൽ. മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വട്ടം കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് റെഫർ ചെയ്യുകയാണ്. 4 ടൈപ്പ് ഓഫ് തോട്ട്സ്: പോസിറ്റീവ്, നെഗറ്റീവ്, വേസ്റ്റ് ആൻഡ് നെസസറി തോട്ട്സ് എന്ന് പറയും. പോസിറ്റീവ് തോട്ട്സ് അഥവാ നല്ല ചിന്തകൾ, നെഗറ്റീവ് തോട്ട്സ് അഥവാ ചീത്ത ചിന്തകൾ. വ്യർത്ഥ സങ്കല്പം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് എന്നുപോലും എനിക്കറിയാതിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് വ്യർത്ഥ ചിന്തകൾ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പറയുന്നു, മനുഷ്യ മനസ്സിൽ ഒരു മിനിറ്റിൽ 30 മുതൽ 60 വരെ ചിന്തകൾ കടന്നു പോകുന്നു എന്നാണ്. നിങ്ങൾ സമയമെടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. ലാസ്റ്റ് 3 മിനിറ്റ്സിൽ ഞാനെന്താ ചിന്തിച്ചത് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ 2, 3, 4, 5 മാക്സിമം 10 കാര്യം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. 3 മിനിറ്റ് എന്ന് വെച്ചാൽ അർത്ഥം മിനിമം 90 ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മളതിൽ അറിയുന്നത് ആകെ 3 അല്ലെങ്കിൽ 10, 15 ചിന്തകൾ മാത്രം. ബാക്കി എന്താണ് ചിന്തിച്ചത് എന്ന് പോലും അറിയാതെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെയാണ് വ്യർത്ഥ ചിന്തകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ ഡെയിലി റൂട്ടീൻ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എനിക്ക് അറിഞ്ഞിട്ടുണ്ടാവണം. അതുകൊണ്ട് ആ ഒരു പ്ലാനിങ്, ആക്ഷൻ പ്ലാനിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തോട്ട്സ്, അതിനെയാണ് നമ്മൾ പറയുന്നത് അവശ്യ ചിന്തകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിൽ 4 ടൈപ്പ് ഓഫ് തോട്ട്സ്. 2 ടൈപ്പ് ഓഫ് തോട്ട്സിൽ ഡിഗ്രി ഡിഫറൻ്റ് ആണ്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് തോട്ട്സിൽ ഡിഗ്രികളുണ്ട്. എന്നുവെച്ചാൽ അർത്ഥം നിങ്ങൾ ഒരു സെക്കൻഡിൽ ക്രോധത്തിൻ്റെ ക്ലൈമാക്സ് എത്തുന്ന സമയം, ദേഷ്യപ്പെടുന്ന സമയം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നിങ്ങളുടെ അടുത്ത് ദേഷ്യത്തിൻ്റെ മാക്സിമം സമയം എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ്, മാക്സിമം 3 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉണ്ടാകുന്ന കൊടുങ്കാറ്റാകുന്ന ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. എന്നുവെച്ചാൽ അർത്ഥം നെഗറ്റീവിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി 2 മിനിറ്റ്സ് ആണ്. അത് കഴിഞ്ഞ ശേഷം അതുമൂലം ഉണ്ടാകുന്ന സെക്കൻഡ് ഡിഗ്രി സ്റ്റേജാണ് ബാക്കി സമയത്ത് ഉണ്ടാവുക. അതുകൊണ്ടുണ്ടാവുന്ന നിരാശയും വിഷമവുമാണ് ബാക്കിയുള്ള സമയത്ത് ഉണ്ടാവുന്നത്. അതുണ്ടാവാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയായി, ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയായി, അവരെന്നോട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, ഇവരിങ്ങനെ ചെയ്തിട്ടല്ലേ ഞാൻ ഇങ്ങനെയായി പറഞ്ഞു പോയത്. ഇങ്ങനെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ചിന്തകളാണ് ബാക്കി ഭാഗവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക. നെഗറ്റീവ് തോട്ട്സിന് 4 ഡിഗ്രികൾ. ലോവസ്റ്റ് ലെവലിൽ കാരണങ്ങൾ കണ്ടെത്തും. അത് കഴിഞ്ഞ ശേഷം കുറ്റപ്പെടുത്തലായിരിക്കും സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടായിരിക്കുക. 3rd സ്റ്റേജിൽ അത് കൊടുങ്കാറ്റാവാൻ വിധം ഫാസ്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യും ഞാൻ എന്നുള്ള തോന്നലാണ് അതിൻ്റെ ക്ലൈമാക്സ് പവർഫുൾ സ്റ്റേജ് എന്ന് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ആ ദേഷ്യം കൊണ്ട് ചെയ്തു പോകുന്ന മൊമെൻറ്റ്സാണ്. പോസിറ്റിവിറ്റിയിലുണ്ട് 4 സ്റ്റേജ്. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, നല്ല കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജാണ്, പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയും. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് പ്യുവർ തോട്ട്സ് ആണ്. അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ ഉപരിയായിക്കൊണ്ട് ഇൻറ്റേർണൽ ബീയിങ്ങിനെ കുറിച്ച്, ആന്തരികമായിരിക്കുന്ന ശക്തിയെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും തുടങ്ങും. അതിൻ്റെ 3rd സ്റ്റേജ് എലിവേറ്റഡ് സ്റ്റേജ് എന്ന് പറയും. സങ്കല്പങ്ങളുടെ ഗതി കുറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ ശക്തികളെ, ഗുണങ്ങളെ അനുഭവിക്കാൻ തുടങ്ങും. അതിൻ്റെ ഹയസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പരമാത്മാവുമായിട്ടുള്ള മിലനത്തിൻ്റെ സംഗമ സുഖത്തിൻ്റെ ഉള്ളിൽ സ്വയം മറക്കുന്ന പരമാനന്ദത്തിൻ്റെ സ്ഥിതി. നെഗറ്റീവിലുമുണ്ട് പോസിറ്റീവിലുമുണ്ട് ഡിഗ്രികൾ. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം ഒന്ന് പരിശോധിക്കാൻ എടുത്ത് നോക്കുക, എൻ്റെ ഉള്ളിൽ നെഗറ്റീവിൻ്റെ ഡിഗ്രി ഏതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പരിശോധിച്ചിട്ട് പകരം അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി കൊണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നെഗറ്റീവ് തിങ്കിങ് മാറ്റണം എന്നുണ്ടെങ്കിൽ വേറെ ആര് ചിന്തിച്ചാലും സാധ്യമല്ല. സ്വയം ഞാൻ ചിന്തിച്ചാലേ എൻ്റെ ഉള്ളിലെ നെഗറ്റീവിനെ എനിക്ക് ഇല്ലാതാക്കാൻ പറ്റൂ. ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയാൻ ചിലർത്ഥം ഞാൻ ഇങ്ങനെയാകാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അതിൻ്റെ മറ്റൊരർത്ഥമാണ്. അതുകൊണ്ട് ആരും ചീത്തയാവാൻ ആഗ്രഹിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാനിങ്ങനെയാണെന്ന് പറയരുത്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണെന്ന് പറയരുത്. എന്താണെന്ന് പരിശോധിച്ച് നോക്കി അതിനുള്ളതായിട്ടുള്ള സൊല്യൂഷൻ അതേ ഡിഗ്രിയിൽ
പോസിറ്റീവ് തോട്ട്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഈ രോഗത്തെ ഇല്ലാതാക്കണം. ഈ രോഗം മനസ്സിൽ നിന്ന് ആരംഭിക്കുകയും ശരീരത്തിൽ വ്യാപിക്കുകയും നമ്മുടെ ബന്ധങ്ങളെ തകർക്കുകയും ജീവിതത്തിലെ സുഖത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന രോഗമാണ്. അതുകൊണ്ട് ഈ വലിയ രോഗത്തെ ചെറിയ രീതിയിലൂടെ ഇല്ലാതാക്കൂ. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.